ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ് കിരീടം എന്ന ചിത്രത്തിൻ്റെ കാര്യം. മലയാളത്തിലെ മികച്ച ചിത്രങ്ങളുടെ പട്ടിക എപ്പോൾ എടുത്താലും കിരീടത്തിന് ഒരു സ്ഥാനമുണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാണ്. നമ്മുടെ ഫെയ്ത് മാധവനും അച്യുതനും ദേവിയൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കും. 37 കൊല്ലത്തിന് ശേഷം വീണ്ടും കിരീടം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് മലയാള പ്രേക്ഷകർ കിരീടത്തിന് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കിരീടത്തെ ഇത്ര കണ്ട് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ടി വിയിലൊക്കെ നമ്മൾ കണ്ട് ഇപ്പോഴും ദുഃഖിച്ചിരിക്കും. പക്ഷേ അന്നത്തെ ആ തലമുറ അത്രമേൽ കിരീടത്തെ ഇഷ്ടപ്പെട്ടിരിക്കും. ആ നൊമ്പരം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ കൊലപാതകം ചെയ്തതിന് ശേഷം ലാലേട്ടൻ്റെ ഒരു ഇരിപ്പുണ്ട്, ചങ്ക് തളർന്നു പോകും. അതുപോലെ ഇത്രമേൽ നൊമ്പരമുണർത്തിയ ഒരു സംഭാഷണ ശകലവും മലയാള സിനിമയിൽ പിന്നുണ്ടായിട്ടില്ല. കത്തി താഴെയുള്ള അച്ഛനാ എന്ന് പറയുന്ന ആ തിലകൻ്റെ മുഖഭാവം ഇപ്പോഴും ഒരു നൊമ്പരത്തോടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത്രമേൽ അന്നത്തെ തലമുറ കിരീടത്തെ ഇഷ്ടപ്പെട്ടു. പുതിയ കാലഘട്ടം, പുതിയ കഥകൾ, പുതിയ രീതികൾ ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഇപ്പം 4Kയിൽ കിരീടം ഇറങ്ങുമ്പോൾ യുവതലമുറ എങ്ങനെ സ്വീകരിക്കും എന്നെനിക്കറിയില്ല. ലാലേട്ടൻ്റെ റിലീഫ് ചിത്രങ്ങളെല്ലാം യുവതലമുറയായാലും പഴയ തലമുറയായാലും തീര് കൈ നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കാണും. ചോട്ടാ മുംബൈയും പടികവും മണിച്ചിത്രത്താഴും ദേവദൂതനും ഒക്കെ തന്നെ. പക്ഷേ കിരീടം എങ്ങനെ സ്വീകരിക്കും എന്നെനിക്കറിയില്ല. കാരണം അതിനകത്ത് ആഘോഷിക്കാനുള്ള വകകളൊന്നും അതിനകത്തില്ല. ജീവിത നൊമ്പരങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ്. അങ്ങനത്തെ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു കബീർ പൊന്നമ്മ നമ്മുടെ അമ്മ പോലെ തന്നെയാണ് കബീർ പൊന്നമ്മയെ പലപ്പോഴും നമ്മൾ തോന്നുന്നത്. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അമ്മ ആരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കബീർ പൊന്നമ്മയാണ്. അതുപോലെ ലാലേട്ടൻ അച്ഛൻ ആരാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രൂപം തിലകൻ്റെയുമാണ്. ഓരോ കഥാപാത്രങ്ങളെ പറ്റിയും നമുക്ക് ബൈഹാർട്ടാണ്. മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മുരളി, പിന്നെന്താ ജഗതി ശ്രീകുമാർ എന്ന് വേണ്ട എല്ലാ കഥാപാത്രങ്ങളും, കൊച്ചിൻ അനീഫ, ഇവരെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ സ്പേസ് ഉണ്ടായിരുന്നു. ലോകിതദാസിൻ്റെ ആയിരുന്നു തിരക്കഥ, വി മലയൻ്റെ സംവിധാനം. 1989 ഈ ചിത്രം ഇറങ്ങുന്നത്, ജൂലൈ 7. അന്ന് മലയാള പ്രേക്ഷകർ ഇരു കൈ നീട്ടി ചിത്രം സ്വീകരിച്ചു. അനേക അവാർഡുകൾ ഈ ചിത്രത്തിന് വേണ്ടി കിട്ടി. ലാലേട്ടനും MG ശ്രീകുമാറിനും തിലകനും കബീർ പൊന്നമ്മയ്ക്കും ഒക്കെ നിരവധി അവാർഡുകൾ കിട്ടിയ ചിത്രമാണ്. കിരീടത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും പല നടന്മാരും അറിയപ്പെടുന്നത് എന്നുള്ളതും ഒരു രസകരമായ സംഗതിയാണ്. ഇതിലെ നിർമ്മാതാവ് ആയിരുന്ന കൃഷ്ണകുമാറിനെ കിരീടം ഉണ്ണി എന്ന പേരിലാണ് പിൻകാലത്ത് പിന്നെ അറിയപ്പെട്ടത്. ഒരു നിർമ്മാതാവ് ദിനേശ് പണിക്കർ ആയിരുന്നു. അതുപോലെ അതിലെ മുഖ്യ കഥാപാത്രമായ വില്ലനായിട്ട് അവതരിപ്പിച്ച മോഹൻദാസ് എന്ന് പറയുന്ന നടനെ പിന്നെ കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ മിക്കവാറും കഥാപാത്രങ്ങൾക്കെല്ലാം ആ പേരിൽ അറിയപ്പെടാൻ ഈ ചിത്രം ഒരു നിമിത്തമായി മാറുകയും നമ്മൾ കണ്ടു. ലാസ്റ്റ് രംഗമൊന്നും പറയണ്ട, നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ചിത്രം TV യിൽ കാണുമ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടും ഇപ്പോഴും കാണുമ്പോഴും കണ്ണടച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ക്ലൈമാക്സ് രംഗം ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഒരു സന്തോഷപ്രദമായ ഒരു ക്ലൈമാക്സ് ആയിരിക്കാം ഇപ്പം ചിത്രീകരിക്കുന്നത്. പക്ഷേ അന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റി. അതാണ് കിരീടം ഇത്രമേൽ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നിറം മങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. അതുപോലെ അതിലെ ഗാനങ്ങൾ, കൈതപ്പുറത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം, MG ശ്രീകുമാറിൻ്റെ കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടി എന്ന ചിത്രം. മലയാളത്തിലെ മികച്ച ഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണീർ പൂവിൻ്റെ കവിളിത്തലോടും എന്ന ഗാനം ഇപ്പോഴും മലയാള പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. കാരണം അത്രമേൽ
ചിത്രവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഗാനമാണ്. എം ജി ശ്രീകുമാറിന് വളരെയധികം അംഗീകാരം കിട്ടിയ ഗാനം കൂടിയാണ് കണ്ണീർ പൂവിൻ്റെ കവളിത്തലോടി. ഇപ്പോഴും ആ ഗാനം കാണുമ്പോഴുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ചില നമ്പരങ്ങൾ ഇപ്പോഴും നമുക്കുണ്ടാകും. അതാണ് ആ ഒരു ഗാനത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. മോഹൻലാലിൻ്റെ ശബ്ദത്തിനുമായിട്ട് സാമ്യമുള്ളതാണ് എം ജി ശ്രീകുമാറിൻ്റെ ഗാനങ്ങളെന്ന് മലയാള പ്രേക്ഷകർ അംഗീകരിച്ച ഒരു ഗാനം കൂടിയാണ് ഈ കണ്ണീർ പൂവിൻ്റെ കവളിത്തലോടി. അന്ന് തൊട്ട് മിക്കവാറും ലാലേട്ടൻ ചിത്രങ്ങൾക്കെല്ലാം എം ജിയുടെ ഗാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് എം ജിക്ക് ഒരു പരിധിവരെ ഗുണമായി മാറുകയും നമ്മൾ കണ്ടു. ഈ ചിത്രം ഇറങ്ങിക്കഴിയുമ്പം എത്രമേൽ ഇത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അന്നത്തെ തലമുറ ഇരുകൈ നീട്ടി സ്വീകരിച്ച ചിത്രം ഇന്നത്തെ തലമുറ എത്രമേൽ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പഴയ റിലീഫ് ചിത്രങ്ങളെല്ലാം ലാലേട്ടൻ്റെ ഇറങ്ങിയപ്പം വൻ ഹിറ്റ് ആകുന്നത് എല്ലാം തന്നെ തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റിയ സാധനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. അതിനൊരു അപവാദമായിട്ടുള്ളത് ദേവദൂതം മാത്രമായിരുന്നു. ബാക്കി എല്ലാ ചിത്രങ്ങളിലും ആഘോഷത്തിന് ആവശ്യത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ രാവണപ്രഭു ആയാലും ചോട്ടാ മുംബൈ ആയാലും പടിയോ ആയാലും ഇതിന് വലിയ ആഘോഷിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ എത്ര സിനിമകൾ കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. അന്നത്തെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നടക്കാവുന്ന സംഗതി. അതുപോലെ രാമപുരം എന്ന് പറയുന്ന സ്ഥലമൊക്കെ അത്രയ്ക്ക് നമുക്ക് പരിചിതമായി മാറി. അത്രമേൽ സേതുമാധവനും രാമപുരവും കിരിക്കാടൻ ജോഫും അച്യുതനും ദേവിയും എന്ന് വേണ്ട എല്ലാ കഥാപാത്രങ്ങളിലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചേക്കേറുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. ഫിബി മലയൽ ലോകിതദാസ് ടീമിൻ്റെ അനേകം ചിത്രങ്ങളുണ്ടെങ്കിലും കിരീടത്തിന് കിട്ടുന്ന ആ സ്ഥാനമുണ്ടല്ലോ ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയാം. അത്രമേൽ ഉന്നതങ്ങളിൽ തന്നെയായിരിക്കും കിരീടത്തിനുള്ള സ്ഥാനം. കാലം എത്ര കഴിഞ്ഞാലും ഈ ചിത്രമൊക്കെ ഓർമ്മയിൽ നിലനിൽക്കും. അതിനും ഏറ്റവും രസകരമായ സംഗതി എന്താണെന്നറിയാമോ? ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞാൽ വെറും 24 ലക്ഷം രൂപയാണ്. അതുപോലെ ഈ ചിത്രം ഷൂട്ട് ചെയ്തത് എന്ന് പറയുന്നത് 25 ദിവസം കൊണ്ട് മാത്രമാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ചിത്രങ്ങളിലും 120ഉം 150ഉം ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ചിത്രം റിലീഫ് ചെയ്യാതെ ഇപ്പോഴും ഉണ്ട്. ആ സമയത്താണ് ഈ മനോഹരമായ ചിത്രം ഷൂട്ട് ചെയ്തത് 25 ദിവസം കൊണ്ടാണ് എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതും 24 ലക്ഷം രൂപ കൊണ്ട്. അഭിനയിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. തിലകനില്ല, കബീർ പൊന്നമ്മ, തിലകൻ, കൊച്ചിൻ അനീഫ, ശങ്കരാടി, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് വേണ്ട മിക്കവാറും പലരും, മുരളി, ഇവരൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെ വീണ്ടും കാണുവാനും അവരുടെ അഭിനയത്തെപ്പറ്റി ചർച്ച ചെയ്യാനും ഒക്കെയുള്ളൊരു മുഹൂർത്തമായിട്ടാണ് നമ്മളിത് കാണുന്നത്. 4Kയിൽ പുതിയ സാങ്കേതിക മേന്മയിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ജൂലൈ 7-നായിരുന്നു ഈ ചിത്രം റിലീഫ് ചെയ്തത്, 1989. വീണ്ടും ഒരു ജൂലൈ മാസമാണ് ചിത്രത്തിൻ്റെ റിലീഫിന് വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം കിരീടം റിലീഫിന് വേണ്ടി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.